ഈ പൂക്കളെ പറ്റി പറഞ്ഞുകൊണ്ടൊരു ചോദ്യം കൂടി, ഒരു വളരെ വ്യക്തിപരമായ ചോദ്യമാണ്. കാരണം എം സ്വരാജ് എന്ന് പറയുന്ന കേരളം അറിയപ്പെടുന്ന ഒരു യുവജന നേതാവ്, തീപ്പൊരി നേതാവ് എഴുതിയ പുസ്തകം പൂക്കളെ പറ്റിയാണ്. അപ്പൊ ഇന്നലെ നമ്മൾ ഈ 1-to-1 ഒക്കെ കണ്ടുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഈ പൂക്കളുടെ പുസ്തകം വായിച്ച ഒരുപാട് ആൾക്കാർ ഞങ്ങളെ വിളിച്ച് ആ പുസ്തകത്തിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ, സ്വരാജ് ഇങ്ങനെയൊക്കെ എഴുതുമോ, അത് അവർ മാത്രമല്ല, സ്വരാജേട്ടൻ്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പറഞ്ഞു, ഇത്തരമൊരു പുസ്തകം സ്വരാജിൽ നിന്ന് വരുന്നുള്ളൊരു അത് അടുത്തറിയുന്നവർക്ക് അറിയാം എങ്കിൽ പോലും ആ പുസ്തകം എഴുതാനിടയാക്കിയ ഒരു സാഹചര്യം എന്തായിരുന്നു? അല്ല, പൂക്കള് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, എല്ലാവരെയും അതുകൊണ്ടാണല്ലോ നമ്മൾ ഓരോ സ്വീകരണത്തിലൊക്കെ ആളുകൾ പൂക്കൾ തന്ന് സ്വീകരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, എനിക്കും ഇഷ്ടമാണ്. പൂക്കളും ചെടികളും ഇലകളും എല്ലാം കുട്ടിക്കാലം മുതലേ എനിക്കിഷ്ടമാണ്. ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ബാലവേദിയുടെ ഒരു പ്രവർത്തകനായിരുന്നു ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ പ്രകൃതിയുമായി കൂടുതൽ ഇണങ്ങിയും അടുത്തും സൂക്ഷ്മമായി നിരീക്ഷിച്ചും വളരുന്നതിന് പരിഷത്തിൻ്റെ പ്രത്യേകിച്ച് ബാലവേദിയുടെ പ്രവർത്തനങ്ങൾ സഹായകരമായിരുന്നു. നമ്മുടെ കാഴ്ചപ്പാടുകൾ, രീതികൾ രൂപീകരിക്കുന്നതിൽ വലിയ പങ്കുണ്ടായിരുന്നു. അങ്ങനെ പൂക്കളെ ഇഷ്ടമുണ്ട് എന്നത് ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ സവിശേഷമായ കാരണങ്ങളാൽ നമുക്ക് ചില പൂക്കളോട് പ്രത്യേകമായ അടുപ്പമോ അല്ലെങ്കിൽ പ്രത്യേകമായ ശ്രദ്ധയോ തോന്നും. അങ്ങനെ തോന്നുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിക്കും. അന്വേഷിച്ചപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടത്, പല പൂക്കൾക്കും ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട്. അത് പലരും അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ പലരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. വലിയ സ്ഥാനമുണ്ട്. മഹാവിപ്ലവങ്ങൾ, വലിയ പ്രതിരോധങ്ങൾ, വലിയ മൂവ്മെൻറ്റുകളൊക്കെ ഈ പൂക്കളുമായി ബന്ധപ്പെട്ട് വരുന്നു. അതെനിക്ക് വലിയ അത്ഭുതമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ തുടർന്നു. അപ്പോൾ എനിക്ക് തോന്നി, കുട്ടികൾ, ഞാൻ ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ വിദ്യാർത്ഥികളായ കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അവർ പ്രകൃതിയെയും പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും സസ്യലതാദികളെയും എല്ലാം പരിഗണിക്കുന്നവരായി, എല്ലാറ്റിനും ഈ ഭൂമിയിൽ ഒരിടമുണ്ട് എന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥയുള്ളവരായി അവർ വളർന്നാൽ അത് സമൂഹത്തിന് നല്ലതാണ് എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കുറിപ്പുകൾ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കാം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഞാനായി ഒരു വലിയ പബ്ലിസിറ്റി ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. അതിപ്പോൾ പുസ്തകം പ്രകാശനം ചെയ്ത ദിവസവും അത് കഴിഞ്ഞ് അതിൻ്റെ 10ാം പതിപ്പ് ഇറങ്ങിയപ്പോഴും മാത്രമാണ് നവമാധ്യമത്തിൽ ഞാൻ 4 വരി ഒരു പോസ്റ്റ് ഇട്ടത്. അല്ല, വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് ഈ 10ാം പതിപ്പിലേക്ക് എത്തുന്നത്. അല്ല, ഇപ്പോൾ 12 പതിപ്പ് കഴിഞ്ഞു പറഞ്ഞു.